UFOs എന്ന് പറയുന്നത് വെറും തള്ളാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കൂടി ആയിരിക്കും ഇത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, എന്നിട്ട് UFOs റിയൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിവിടെ പറയാൻ കാരണം ചിലർക്കൊക്കെ ഈ ടോപ്പിക്കിൽ ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ UFOs റിയൽ ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് തെളിവാണ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ആനിമേഷനോ അല്ലെങ്കിൽ ഒരു AI വീഡിയോ അല്ല, ഇത് ശരിക്കും ആൾക്കാരെടുത്ത ഒരു വീഡിയോ ആണ്. ഒരു പക്ഷേ ഈ ലോകത്തിലുള്ളതിൽ വെച്ച് വെൽ ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു UFO കേസും കൂടി ആയിരിക്കും ഇത്. അപ്പോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ടാണ് UFOസിനെ ഇന്ത്യയിൽ കാണാൻ കഴിയാത്തത്? ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അതിലെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കമന്റുകളെല്ലാം അടുത്ത UFO വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെല്ലാം സംഭവിക്കുന്നത് 1997 മാർച്ച് 13 നവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ഈ ദിവസം രാത്രി ഒരു 7:30 മണിയോടെ ആയപ്പോൾ ഏകദേശം 700ഓളം ആൾക്കാർ ആകാശത്ത് ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടു. ആദ്യം ഇത് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിയോർ ഷവറോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റോ, അതുമല്ല ഇതൊരു നവാഡ ഡെസേർട്ടിന് അടുത്തായത് കൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും എയർഫോഴ്സിന്റെ എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കുന്നതാണ് അവർ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവരെല്ലാവരും ആ രാത്രി വിറ്റ്നസ് ചെയ്ത ആ ഒരു സംഭവം ഈ ലോകത്തിലെ ഏറ്റവും മികച്ച UFO എൻകൗണ്ടർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം അവർ ആരും റിയലൈസ് ചെയ്തിരുന്നില്ല. നിങ്ങളിപ്പോ ഈ കാണുന്നത് ടെറി പ്രോട്ടർ എന്ന് പറയുന്ന ഒരു വിറ്റ്നസ് എടുത്ത വീഡിയോ ആണ്. ഈ വീഡിയോ നോക്കിയാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു V ഫോർമേഷനിലാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 ലൈറ്റുകളും ഈ വീട് പല ഭാഗത്തായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുമാതിരി ആർട്ടിഫിഷ്യലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് ശരിക്കും ഇരിക്കുന്നത്. ആ രാത്രി ഈ ഒരു സംഭവത്തെ വിറ്റ്നസ് ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടും, സാധാരണ ആൾക്കാർ ഉൾപ്പെടും, മിലിറ്ററി ഓഫീസേഴ്സ് ഉൾപ്പെടും. അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരാണ്, ഒരു 700ഓളം ആൾക്കാരാണ് ഈ ഒരു സംഭവം അറ്റ് എ ടൈം വിറ്റ്നസ് ചെയ്തത്. അങ്ങനെ ആ ദിവസം തന്നെ ഈ UFO എൻകൗണ്ടറിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിംഗ് എല്ലാം പുറത്തേക്ക് വരികയാണ്. ആദ്യം ഇവിടുത്തെ ഫസ്റ്റ് റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്. നവാഡയുടെ അടുത്തുള്ള പോൾഡൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെ ഇദ്ദേഹം പറയുന്നത് ഒരു V ഫോർമേഷനിൽ ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ടാണ് കണ്ടതെന്നാണ്. അതായത് ഈ വീഡിയോയിൽ കാണുന്ന അതേ വിഷ്വൽ തന്നെയാണ് ഇദ്ദേഹം വേറൊരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത്ര അധികം മാസ് വിറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും പല അഭിപ്രായമായിരുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇതിലുള്ള ഓരോ ലൈറ്റുകളില്ലേ, ഓരോ ഇൻഡിവിജ്വൽ ലൈറ്റുകളില്ലേ, അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള UFO പോലത്തെ സംഭവം എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. പക്ഷെ വേറൊരുപാട് ആൾക്കാർ പറയുന്നത് ഈ ലൈറ്റുകളെല്ലാം ഒരു സ്പേസ് ക്രാഫ്റ്റ് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഇവരിങ്ങനെ പറയാനുള്ള കാരണമാവട്ടെ, ഒരു ലൈറ്റും മറ്റു ലൈറ്റും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൽ കൂടെ അവർക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നില്ല. അതായത് ഈ 5 ലൈറ്റും ഈ V ഫോർമേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഗ്യാപ്പിലൂടെ അവർക്ക് സ്കൈ കാണാൻ കഴിയുന്നില്ല, അതായത് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർ അങ്ങനത്തെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. ഈ ഒരു കൺക്ലൂഷനെ മെജോറിറ്റി ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ കാരണം ആ രാത്രി ഒരു ക്ലിയർ സ്കൈ ആയിരുന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ലിൻ കിറ്റേൽ, ഇദ്ദേഹം ഒരു ഫിസീഷ്യൻ ആണ്. ഇദ്ദേഹം ഈ ഒരു സംഭവത്തിന്റെ ഐ വിറ്റ്നസ് ആണ്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണിയിലൂടെയാണ് ഈ ഒരു സംഭവത്തിന്റെ യഥാർത്ഥ വലിപ്പം എന്തോരം ഉണ്ടെന്നുള്ളതിന്റെ ഏകദേശ ധാരണ നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. അത് കേട്ടേ പിന്നെ ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി കേൾക്കണ്ടായിരുന്നു എന്നടക്കം അവിടെയുള്ള ആൾക്കാർക്ക് തോന്നിപ്പോയി. കാരണം ഈ ഒരു സംഭവത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് മിനിമം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ടാവുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം വലുപ്പം വരുന്ന ഒരു V ഷേപ്പിലുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ്, അതിന്റെ ഓരോ മൂലയിലായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 5 ലൈറ്റ് നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. യാതൊരു ശബ്ദവും ഉണ്ടാക്കാണ്ട് പയ്യെ ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇത് കണ്ടിരിക്കുന്നത് 700ഓളം ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആൾക്കാർ ഈ ഒരു സംഭവത്തെ വിറ്റ്നസ് ചെയ്തത് കൊണ്ട് തന്നെ ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് കൺഫേം ആയി കഴിഞ്ഞു. അപ്പോ ഇത് ശരിക്കും എന്തായിരിക്കും? ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇത് നടന്നിരിക്കുന്നത് നവാഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. നവാഡയിലത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ്? ലോകോത്തര ഫേമസ് ആയിട്ടുള്ള ഏരിയ 51 എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി ഇൻസ്റ്റാളേഷൻ ഉള്ളത് ഈ നവാഡ എന്ന് പറയുന്ന ഡെസേർട്ടിലാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാനും കഴിയുന്നത്. ഏരിയ 51നെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത്ര അധികം ഇന്റർനെറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഈ ഒരു ഇവന്റ് നടന്ന ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്തെ ഗവർണറാണ് ഇദ്ദേഹം. ഫിഫ് സിമിങ്ടൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ US എയർഫോഴ്സിന്റെ ഒരു ട്രെയിൻഡ് പൈലറ്റ് ആയിരുന്നു. ഫോർമർ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആയിരുന്നു ഇദ്ദേഹം.
ഇദ്ദേഹം ഈ ഒരു ഒബ്ജക്റ്റിനെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് വിറ്റ്നസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതായത് ഇദ്ദേഹം ഒരു പ്രൈമറി ഐ വിറ്റ്നസ് തന്നെയാണ്. US എയർഫോഴ്സിൽ ഇത്ര അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമേ അല്ല. കാരണം അതിൻ്റെതായിട്ടുള്ള യാതൊരു ക്യാരക്ടറിസ്റ്റിക്കും ഈ ഒരു ഒബ്ജക്റ്റ് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്നത് അതർ വേൾഡ്ലി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതായത് ഈ ലോകത്തിനെ വരാത്ത ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒബ്ജക്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, ഒരു നാടിന്റെ ഗവർണർ ഇങ്ങനത്തെ ഒരു സംഭവത്തെ വന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ തന്നെ തുറന്നു വിളിച്ച് പറയുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇദ്ദേഹം ഈ ഒരു കാര്യം, ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പറയുന്നത്. ഇദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം പേടിക്കും എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ ഈ ഒരു സംഭവം ഫേക്ക് ആണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തിയുടെ പേരാണ് കർട്ട് റസൽ. ഇദ്ദേഹം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ടറാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു പൈലറ്റും കൂടിയാണ്. അങ്ങനെ ആ ദിവസം രാത്രി ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് എയർക്രാഫ്റ്റില് ഫീനിക്സ് എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഇദ്ദേഹം പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അദ്ദേഹം എയറിൽ വെച്ച് ഈ ഒരു സംഭവത്തെ കണ്ടതാണ്. ഈ ഒരു സംഭവത്തെ ഇദ്ദേഹം വിഷ്വലി കണ്ടതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് എയർ ട്രാഫിക് കൺട്രോളറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ATC പറയുന്നത് എന്താ വെച്ചാൽ, അവർക്ക് അങ്ങനത്തെ ഒരു സംഭവമേ കാണാൻ കഴിയുന്നില്ല, ആ ഒരു എയർ സ്പേസ് ക്ലീൻ ആണ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇദ്ദേഹം കാണുന്ന ആ ഒരു സംഭവത്തെ ATC കൺഫേം ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹം എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിൽ എയർ ട്രാഫിക് കൺട്രോളർ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരുപാടധികം റിപ്പോർട്ടിങ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതും കൂടി ആയപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം പേടി തോന്നി. എന്തെന്നറിയാത്തൊരു ഒബ്ജക്റ്റ് കൂടിയാണ് ഇദ്ദേഹം പറക്കുന്നത് എന്നുള്ളൊരു തിങ്കിങ് ഇദ്ദേഹത്തിനെ വളരെയധികം പേടിപ്പെടുത്തി. എന്നിട്ട് ഉടനെ തന്നെ ഇദ്ദേഹം ലാൻഡ് ചെയ്തു. ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് ഒരു മാസ് വിറ്റ്നസ് ഉള്ളത് കൊണ്ടും ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ടും തന്നെ ഇദ്ദേഹം അടുത്ത 5 വർഷത്തേക്ക് ഇതിനെപ്പറ്റി മിണ്ടിക്കളഞ്ഞില്ല. കാരണം ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു സംഭവത്തെ നേരിട്ട് കണ്ടു, ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസ് ആണ്, അത് ഫ്ലൈറ്റിൽ ഇരുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുകയും ഇദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ശല്യം ചെയ്യും എന്നുള്ള ഒരു തോന്നി. അതായത് ഇദ്ദേഹത്തിന്റെ പ്രൈവസി നഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തേക്ക് ഇതിനെപ്പറ്റി മിണ്ടാണ്ടിരുന്നത്. അങ്ങനെ 5 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ കഥകളെല്ലാം പുറത്തേക്ക് പറയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് 1997 മാർച്ച് 13 രാത്രി ഒരു 7:30 മണിയോടെ ആയപ്പോഴാണ്. എന്നാൽ ആ ദിവസം തന്നെ വേറൊരു ഇൻസിഡന്റ് കൂടി സംഭവിച്ചായിരുന്നു. അത് സംഭവിച്ചത് ആ ദിവസം രാത്രി ഒരു 10-10:30 മണിയോടെ ആയപ്പോഴാണ്. അവിടെ വെച്ച് ഒരു V ഷേപ്പിലുള്ള ലൈറ്റുകളെല്ലാം ആകാശത്ത് സ്റ്റേഷനറി ആയിട്ട്, അത് അനങ്ങാണ്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ ആ ഒരു എൻകൗണ്ടറിൽ 700 ആൾക്കാർ മാത്രമാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു എൻകൗണ്ടർ കണ്ടിരിക്കുന്നത് 10,000-ഓളം ആൾക്കാരാണ്. ഇത്ര അധികം വിറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ മൾട്ടിപ്പിൾ ആംഗിൾസ് ചെയ്ത് ഈ ഒരു സംഭവത്തിന് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പല പല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വേണ്ട ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ തുടക്കം ഞാനൊരു ക്ലിപ്പിംഗ് കാണിച്ചില്ലേ, അത് ഈ ആദ്യത്തെ ഇവന്റിന്റെ വീഡിയോ ആണ്. ഈ ഒരു ഇവന്റിന്റെ ആകെ കിട്ടിയിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. എന്നാൽ ഈ 10:30 നടന്ന ആ ഒരു ഇവന്റിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്. ഏകദേശം 10,000-ന് മുകളിൽ ആൾക്കാർ വിറ്റ്നസ് ചെയ്ത ഒരു മാസ് വിറ്റ്നസ് ഉള്ള ഒരുപാട് ഡാറ്റയും ഒരുപാട് മണിക്കൂറുകളോളം ഉള്ള വീഡിയോ ഫുട്ടേജും ഒരുപാട് ഫോട്ടോസൊക്കെ ഉള്ള വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു UFO കേസാണിത്. ഇനി അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഗസ് ചെയ്യാന്നുള്ളൂ. ഇത് അത്യാവശ്യം കൂടുതൽ ഫേമസ് ആയി, വളരെയധികം വൈറലായി ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ US എയർഫോഴ്സും പെന്റഗണും ഒരുങ്ങി. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് 5 എയർക്രാഫ്റ്റുകൾ, സ്പെസിഫിക്കലി 5 ഫൈറ്റർ ജെറ്റുകൾ ഒരു ഫോർമേഷനിൽ പോവുകയാണ്. ഇത് സാധാരണമായിട്ട് ഒരു മിലിറ്ററി പ്രാക്ടീസ് തന്നെയാണ്. എന്നാൽ പെന്റഗന്റെ ആദ്യത്തെ ആ ഒരു ഇവന്റിന്റെ ആ ഒരു റിപ്ലൈ ആയിട്ട് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു അവരന്ന് കണ്ടെന്നുള്ളതാണ്. 5 A-10 ഫൈറ്റർ ജെറ്റുകൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ ഒരു ഫോർമേഷനിൽ പറന്നതാണ് ഇവരെല്ലാരും കണ്ടതെന്നാണ് പെന്റഗന്റെ ഒരു റിപ്ലൈ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ വീഡിയോ നോക്കിയാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഈ ലൈറ്റുകൾ മിന്നുന്നില്ല, അതായത് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നില്ല, സ്ട്രോബ് ലൈറ്റ് അല്ല ഇവിടെ കാണാൻ കഴിയുന്നത്. പകരം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒറ്റ ലൈറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സാധാരണ ഒരു എയർക്രാഫ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈറ്റ്, ആകെ ഹെഡ്ലൈറ്റ് മാത്രം നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ മറുപടിയും പെന്റഗൺ കൈവച്ചുണ്ടായിരുന്നു.
നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രെയിനിങ് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലൈറ്റുകളുടെ സ്ട്രോബ് മാറ്റി ഒരു കോൺസ്റ്റന്റ് ലൈറ്റ് ഇട്ടതായിട്ടാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ആദ്യത്തെ എൻകൗണ്ടറിലത്തെ 700ഓളം വിറ്റ്നസ്സിൽ ഒരാളായിരുന്നു മിച്ച് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹം ഒരു ആസ്ട്രോണോമർ ആണ്. ഇദ്ദേഹം അതേ സമയത്ത് തന്നെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന ഒരു ജെറ്റിനെ കാണാൻ കഴിയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇവർ ഈ പറയുന്ന ഇത് പെന്റഗൺ പറയുന്ന ആ ക്ലെയിമിനോട് ഇദ്ദേഹം സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു, പെന്റഗൺ പറയുന്ന ഈ ഒരു സംഭവങ്ങളെല്ലാം കറക്റ്റ് ആണ്. നമ്മുടെ മിച്ച് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. എല്ലായിടത്തും പറയുന്ന പോലെ ഇവിടുത്തെ സൗണ്ട് എവിടെ പോയി, ആ ഒരു ചോദ്യം ഇവിടെ ആരും പറയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ നടൻ ഈ ഒരു സംഭവത്തെ ആകാശിച്ച് കണ്ടപ്പോൾ അതും 80s കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ റാഡാർ ഡേറ്റ കിട്ടിയിട്ടില്ല. അപ്പോൾ അതെവിടെ പോയി? ഈ രണ്ട് സംഭവങ്ങളും വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന റഡാർ ഡേറ്റ ഒന്നും അങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമുക്ക് ഫേക്ക് ചെയ്യാനും കഴിയില്ല. അത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ റേഡാറിൽ ഈ പറയുന്ന സംഭവത്തെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതും ഈ പറയുന്ന ഒരു മിലിറ്ററി ജെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ റേഡാറിൽ പിടിക്കും. അത് ഇവിടെ ഒന്നല്ല, ഇവിടെ 5 ജെറ്റുകൾ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ 5 ജെറ്റിനെയും ഒരു സമയത്ത് റേഡാറിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെയധികം സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല ഈ പറഞ്ഞ ആസ്ട്രോണോമർ അതേ സമയത്ത് കറക്റ്റ് ആയിട്ട് ടെലിസ്കോപ്പും പിടിച്ച് ഈ ഒരു സംഭവത്തെ നോക്കി നിൽക്കുക എന്ന് പറയുന്നതും അത് വളരെയധികം സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രണ്ടാമത്തെ എൻകൗണ്ടർ, അതായത് 10,000-ഓളം ആൾക്കാർ കണ്ട ആ ഒരു മാസ് എൻകൗണ്ടറിനെ പറ്റിയും US മിലിറ്ററി ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നുണ്ട്. അത് അത്യാവശ്യം കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ പബ്ജിയോ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയോ അങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയർ ഗൺ എന്താന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും നല്ല രീതിയിൽ അറിയായിരിക്കും. അതായത് ഒരു തരത്തിലുള്ള എമർജൻസി സിഗ്നൽ ആണ് ശരിക്കും ഫ്ലെയർ ഗൺ എന്ന് പറയുന്നത്. അവര് ആ ഒരു സംഭവം ആ രാത്രി പ്രയോഗിച്ചതാണെന്നാണ് പറയുന്നത്. ഒരു ഫ്ലെയർ ഗൺ രാത്രി സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു അപ്പിയറൻസ് കാണാൻ കഴിയും. അത് വളരെയധികം റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ആൻസർ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, സാധാരണ ഒരു ഫ്ലെയർ ഗൺ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു വാല് പോലെ കാണാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഇവരിവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് നിന്ന് മിക്കവാറും ഒരു ജെറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് ചെയ്യുന്നോ താഴത്തേക്ക് വിട്ട ഫ്ലെയർ ആണെന്നാണ് ഇവർ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെ കാണാൻ കഴിയും. അതായത് തുടക്കം ഈ ഒരു സംഭവം എവിടെന്നോ ഇങ്ങനെ അപ്പിയർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചേരം ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ മാഞ്ഞു പോകും. സാധാരണ ഒരു ഫ്ലെയർ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത് അത് തന്നെ നമുക്കിവിടെ കാണാനും കഴിയും. അതോടൊപ്പം തന്നെ ഈ രണ്ട് ഇവന്റിന്റെ വീഡിയോ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും വെവ്വേറെ, അതായത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇവന്റ് ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് വൈകിട്ട് 7:30 കണ്ട ഒരു സംഭവം വൈകിട്ട് 10:30 കണ്ട ഒരു ഇവന്റും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. 10:30 നടന്ന ഒരു ഇവന്റ് ഒരു ഫ്ലെയർ ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അവിടെ നമുക്കൊരു തർക്കമില്ല. പക്ഷേ 7:30 നടന്ന ഒരു ഇവന്റ് അതിനെ ഇതുവരെ ആർക്കും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതൊരു എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ശബ്ദം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യത്തിൽ കൂടുതലാണ്. സാധാരണ ഒരു എയർക്രാഫ്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് നല്ല നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു എൻകൗണ്ടറിന് ഏകദേശം 700ഓളം ഐ വിറ്റ്നസ് ഉണ്ട്. ഇവരിൽ മെജോറിറ്റി ആൾക്കാർ പറയുന്നത് ഇത് ഒരു ഒരു ഒറ്റ പീസ് സ്പേസ് ക്രാഫ്റ്റ് ആണെന്നാണ്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ നടനും ഈ ഒരു സംഭവത്തെ ലൈവായിട്ട് നേരിട്ട് കണ്ടതായിട്ടും പറയുന്നുണ്ട്. ഇവിടെ റാഡാർ ഡേറ്റ കിട്ടിയിട്ടുമില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു ആസ്ട്രോണോമർ ടെലിസ്കോപ്പും പിടിച്ച് ഈ ഒരു സംഭവത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാത്രി 10:30 ആയപ്പോഴാവട്ടെ ഒരു കാരണമില്ലാണ്ട് ഒരുപാട് ഫ്ലെയറുകൾ ഇതേ സിറ്റുവേഷനിൽ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ ഒരുപാട് ഫ്ലെയറുകൾ ഇങ്ങനെ താഴത്തേക്കും വിടുന്നു. ഇതെല്ലാം നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. ഇവിടെ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ 7:30 നടന്ന ഒരു എൻകൗണ്ടറിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം മിലിറ്ററി ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോ ഞാൻ പറയുന്നതല്ല, ഒരുപാട് ആൾക്കാർ ശരിക്കും ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഒരു ഇവന്റ് ഇതുവരെ ആർക്കും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 2025 ഈ ഒരു ഡേറ്റിൽ വരെ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒഫീഷ്യൽസ് ഈ ഒരു സംഭവത്തിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടൊക്കെ പുറത്തിറക്കി അവർ കൈ കഴുകിയെങ്കിലും ഫീനിക്സ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു UFO എൻകൗണ്ടർ വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ UFOനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തെളിവാണ് എന്ന് പറയുന്നുണ്ട്.
2025 ഈ ഒരു ഡേറ്റ് വരെ നമ്മുടെ കൈവശം ഒരുപാട് ഡാറ്റ ഉണ്ട്. ഇപ്പൊ ഡാറ്റ ഇല്ല എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. ഡാറ്റ നമ്മുടെ കൈവശമുണ്ട്. ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പല സ്ഥലത്തു നിന്നുള്ള UFOയുടെ റെക്കോർഡിങ്സ് നമ്മുടെ കൈവശമുണ്ട്. അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് റെക്കോർഡിങ്സ് നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഡാറ്റ ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നതിന് നമുക്ക് യാതൊരു അർത്ഥത്തോടെ കാണാൻ കഴിയുന്നില്ല. ഇതിനെ അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത്. ഇതിനെപ്പറ്റി പഠിച്ചിട്ടും അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ അർത്ഥം അത് തള്ളാണ് എന്നല്ല. നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മുടെ ശാസ്ത്രവും നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഇന്റലിജൻസും വളരെയധികം ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കാം. അതൊരു പോസിബിലിറ്റിയാണ്. ഇതിപ്പോ ഞാനിങ്ങനെ പറയുന്നതല്ല, ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കൺക്ലൂഷനാണത്. അത് വെൽ റെസ്പെക്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന കൺക്ലൂഷനാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ UFO എന്നൊക്കെ പറയുമ്പോൾ അതൊരു തള്ളാണ് എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. ഇതിപ്പോ ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കാണുന്നതേ വിശ്വസിക്കുള്ളൂ. ഇപ്പൊ പറക്കുന്ന കളിയാന്നൊക്കെ പറയുന്നത് പണ്ടേ ഗവൺമെന്റ് ബോഡീസ് തന്നെ അതിനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ UFO എന്നൊക്കെ പറയുമ്പോൾ ഒരു സസ്പീഷ്യസ് കണ്ണുകളിലൂടെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ UFO എന്ന് പറയുന്നത് എങ്ങനെ പറക്കുന്നേ എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അതുമാത്രമല്ല, ഞാൻ ഈ ലോകത്തെ കാണുന്നത് ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂയിലാണ്. ഇതെങ്ങനെയാണ് പണിത്, എങ്ങനെയാണ് ഇത്ര വെയിറ്റ് ഉള്ള കല്ലുകൾ മുകളിൽ കയറ്റി വെക്കുന്നത്, പിരമിഡിന്റെ കേസ് ആയിക്കോട്ടെ. അതോടൊപ്പം തന്നെ വളരെയധികം എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് UFO എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു ഓർഗനൈസേഷനും ഒരു ഗവൺമെന്റ് ബോഡിയും ഇത് അവരുടെ ടെക്നോളജി ആണെന്ന് പറഞ്ഞ് ഇതുവരെയായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി നമുക്ക് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർലി അറിയില്ല. ഈ സംഭവത്തെ എനിക്കൊന്ന് എയർബോൺ ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രൊപ്പലർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ജെറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉപയോഗിക്കാം, എന്ത് വേണേലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സംഭവത്തെ ഞാനിങ്ങനെ എയറിൽ ഇങ്ങനെ വെറുതെ പറന്ന് നിൽക്കാന്നിരിക്കും. ഈ ഗ്ലാസ് ഇങ്ങനെ ചുമ്മാ എയറിൽ ഇങ്ങനെ പറന്ന് നിൽക്കാന്നിരിക്കുക. അപ്പോ ഇത് എങ്ങനെ പറക്കുന്നു എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സംഭവം ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് പറക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ എഞ്ചിനീയറിംഗും അവിടുത്തെ സയൻസും അവിടുത്തെ ശാസ്ത്രവും വരുന്നത്. അതുകൊണ്ടാണ് UFO എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഞാൻ ഇത്ര അധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു സംഭവം എങ്ങനെയാണ് പറക്കുന്നത്, ഇതിന്റെ ഒരു ടെക്നിക്കാണ്, ഇതിന്റെ ടെക്നോളജി എന്താന്നുള്ള ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ശരിക്കും ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് UFO എന്നുള്ള ഒരു ടോപ്പിക്കിനെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതും ഇത്ര അധികം എൻകൗണ്ടറുകളെല്ലാം ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇതിന്റെ പുറകെ പോകാനുള്ള മെയിൻ കാരണം അതാണ്. പൊതുവെ മലയാളികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ UFOയിലൊന്നും വിശ്വസിക്കില്ല, ഈ പറഞ്ഞ പിരമിഡിലൊന്നും വിശ്വസിക്കില്ല, ഇപ്പൊ ഈ പറയുന്ന ദൈവത്തിന് ഒറിജിനെ പറ്റിയിട്ടൊന്നും വിശ്വസിക്കില്ല എന്നുള്ളതൊക്കെ. ഞാൻ ഇതിനെ ശാസ്ത്രീയമായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതില് കുരു പൊട്ടുന്ന ആൾക്കാരെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. ഫീനിക്സ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു എൻകൗണ്ടറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കമന്റോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ്. ഞാനിപ്പോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ആൾക്കാരുടെ ടെസ്റ്റിമോണി മാത്രമല്ല ഉള്ളത്, ഒരുപാട് ആൾക്കാരുടെ ടെസ്റ്റിമോണി ഉണ്ട്. അപ്പൊ അതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ 1-2 വിറ്റ്നസും മാത്രം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടെന്നാണ് തോന്നുന്നത്, അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.